നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഋഷി ഗോവിന്ദ്. രുദ്ര എന്ന സിനിമയിൽ രുദ്ര എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഞാനാണ്. ആക്ച്വലി ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്, സിവിൽ എഞ്ചിനീയറായിട്ടാണ്. അപ്പം എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കും പാഷനാണ് സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമയിലേക്ക് സജീവ് ഗിരിധരൻ സാറിനെ വിളിച്ചപ്പോൾ വന്നതും അഭിനയിച്ചതും. കുറച്ച് വർഷം മുമ്പ് ഞാൻ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കരിയറിൽ കുറച്ച് ബിസി കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ദെൻ ഇപ്പോൾ ഇതുപോലെ ഒരു നല്ല ക്യാരക്ടർ വന്നപ്പോൾ സിനിമയെ പാഷനായി കൊണ്ട് നടക്കുന്ന എനിക്ക് അത് ചെയ്തേ മതിയാവും എന്നുള്ള തോന്നലുണ്ടാവുകയും, കണ്ണകി എന്ന മൂവി എല്ലാവർക്കും അറിയാം. അതിൻ്റെ തിരക്കഥയിലെല്ലാം പ്രാധാന്യം വഹിച്ചിട്ടുള്ള അദ്ദേഹം ഡയറക്ടർ സജീവ് ഗിരിധരൻ സാർ. അതുകൂടാതെ തന്നെ 9ഓളം സിനിമകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണവും സന്തോഷവും എല്ലാം പ്രതീക്ഷിക്കുന്നു. പിന്നെ നായികയായിട്ട് ഒരു സ്ത്രീപക്ഷ സിനിമയിൽ മലയാള ഇൻഡസ്ട്രിയിലേക്ക് വന്ന എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ഒരു കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും ആവശ്യപ്പെടുകയാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സംവിധായകനോട് തന്നെ ആദ്യമായിട്ടൊരു ചോദ്യം. സംവിധായകൻ കണ്ണകി പോലുള്ള സിനിമകളെല്ലാം ചെയ്തു. ഇപ്പോൾ ഇതും വളരെ പൊളിറ്റിക്കൽ, ഇപ്പോൾ നേരത്തെ പറയുകയുണ്ടായി ഇതിൻ്റെ അകത്ത് വ്യക്തമായൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ടെന്ന്. ഇപ്പോൾ ഒരു നായിക പറഞ്ഞപ്പോൾ, നേരത്തെ സംസാരിച്ചപ്പോഴും ഇപ്പോൾ സംസാരിച്ചപ്പോഴും ഒരു 2ൽ കൂടുതൽ തവണ പറഞ്ഞു സ്ത്രീപക്ഷ സിനിമ എന്ന്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ പുരുഷപക്ഷ സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസ്ക്രിമിനേഷൻ, ഈ കലയല്ലേ അതിലേക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അത് എന്നെ പരാമർശിച്ചു താങ്കൾ സംസാരിച്ചിരുന്നു. സ്ത്രീപക്ഷ സിനിമ ഞാൻ പറഞ്ഞു. ഒബ്വിയസ്ലി ഇത് സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. ബിക്കോസ് സ്ത്രീപക്ഷം പുരുഷപക്ഷം അങ്ങനെ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ ഇന്ന് എന്തെന്ന് പറഞ്ഞാലും സിനിമ ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാറുകൾക്കാണ് ഇപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നായിക എന്ന് വരുന്ന ആൾ ഒരിക്കലും സൂപ്പർ സ്റ്റാറിന്റെ മുകളിൽ പോയതായിട്ട് നമ്മൾ അധികം സിനിമകളൊന്നും കാണാറില്ല. എന്നാൽ ഈ സിനിമ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. ഇതില് നായകനും നായികയും എല്ലാം ഒരു പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നതും ആ കഥ ഡയറക്ടർ സാർ പറയാൻ ശ്രമിച്ചിരിക്കുന്ന കഥ പറഞ്ഞിരിക്കുന്നത് നായികയിൽ കൂടിയാണ്. ആ നായികയിൽ കൂടി ഈ കഥ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം. ഇനി ഡയറക്ടർ സാറിന് പറയട്ടെ. നേരത്തെ പറഞ്ഞു സ്ത്രീ മനസ്സിലൂടെ കഥ പറയുമ്പോൾ ഒരുപാട് വൈകാരികമായ തലങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയും. അല്ലാതെ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസമല്ല കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ണകിയിൽ ചർച്ച ചെയ്ത വിഷയം വേറെയാണ്, അശ്വാരികളിൽ ചർച്ച ചെയ്ത വിഷയം വേറെയാണ്, അതേപോലെ തന്നെ ആനന്ദഭൈരവിയിലുള്ള വേറൊരു വിഷയമാണ്. ഇത് ഒരു സമൂഹം എങ്ങനെ സ്ത്രീ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായില്ല? അല്ലാതെ സ്ത്രീ ഒരു വിപ്ലവാത്മകമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഒരു ഭയങ്കര നേതൃത്വ പദവിയിലെത്തുക എന്നുള്ളതല്ല, സ്ത്രീയുടെ മനസ്സിലൂടെ കഥ പറയുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ, ആ വ്യവസ്ഥിതിയിൽ എങ്ങനെ സ്ത്രീ എന്നുള്ളതിനെ കുറിച്ചല്ല എന്റെ സിനിമ. അതല്ല. സ്വാഭാവികമായും ചിന്തിക്കുമ്പോൾ നമ്മൾ പത്രവാർത്തകളിലും നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ രീതിയിലുള്ള ചില പ്രവണതകളായിരിക്കും ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമീപനമല്ല. പറഞ്ഞില്ലേ, ഒന്നുകൂടി എംഫസൈസ് പറയാം, സ്ത്രീ മനസ്സിലൂടെ കഥ പറയുന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമ ഇറക്കുന്നത് കൊണ്ട് ഓരോ സിനിമ ഇറക്കുമ്പോൾ അതിനായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ടാവും. രുദ്ര എന്ന സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവം പറയാൻ, അതായത് ഈ പൊളിറ്റിക്സ് നമ്മൾ പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിലല്ല.
എല്ലാ മനുഷ്യർക്കും ഓർമ്മയുള്ളൂ. അതായത് നമ്മള് ഇപ്പം കലയുടെ രാഷ്ട്രീയം, വാക്കിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ സംഗീതത്തിന്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വാക്ക് ഒരുപാട് നമ്മൾ പ്രയോഗിച്ചിട്ട് അർത്ഥങ്ങൾ വ്യത്യാസപ്പെട്ട വാക്കാണ്. പക്ഷെ എന്റെ മനസ്സിലൂടെ പോയെന്ന് വെച്ചാൽ ഒരു പറ്റം ആളുകള് നന്മയ്ക്ക് വേണ്ടിയും നല്ല സന്ദേശത്തിന് വേണ്ടിയും നിലകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ അതാണ് രാഷ്ട്രീയം. അത് സിനിമയിലൂടെ ആവുന്നത് സിനിമയുടെ രാഷ്ട്രീയം. പിന്നെ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളും നമ്മുടെ ചിന്താഗതികളൊക്കെ പൂർണ്ണമായിട്ടും ഈ സിനിമയിലൂടെ ചേർന്നിരിക്കും. ഇതിൽ ഞാൻ ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട്, ആന്റണി എന്നൊരു കഥാപാത്രം. അത് യഥാർത്ഥത്തിൽ ഒരു അതിവിപ്ലവകാരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജീവിച്ച ഒരു ചെറുപ്പത്തിൽ വളർന്നത് വയനാട് ജില്ലയിലാണ് വളർന്നത്. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്തെ കണ്ടിട്ടുള്ള ഈ തീജ്വല വിപ്ലവത്തിന്റെ ഒരു അലയൊലികൾ ഇങ്ങനെ ബേസ് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായൊരു വിപ്ലവകാരി എന്നല്ല, ആശയം മനസ്സിലേക്ക് ഇങ്ങനെ നേർന്ന പഠനം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അവശേഷിക്കുന്നു. മനസ്സിലായോ? അപ്പം ഈ കാലഘട്ടവുമായി നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഇതിന്റെ ഉയർച്ച താഴ്ചകളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല, കാരണം സമൂഹം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ ഞാൻ ഈ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ വിനീൻ സാർ കുറിച്ചിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ചെറിയ പടങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ സെലിബ്രിറ്റികൾ അധികം ഇല്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളില്ല. ഇതിപ്പോൾ താങ്കളുടെ 9ാമത്തെ ചിത്രമാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പിന്നെ ഞാൻ എല്ലാ സിനിമകളും ഏകദേശം എനിക്ക് വന്നൊരു 10-25 വർഷമായി. പക്ഷെ എനിക്ക് ചെറിയ സിനിമ വലിയ സിനിമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്നതല്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം സിനിമയാണ്. അപ്പൊ ഞാൻ പൊതുവെ നമ്മളൊരു ഇതുണ്ടല്ലോ, എന്താണ് ആർട്ട് സിനിമ, അല്ലെങ്കിൽ പിന്നെ നേർധാര സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ, സമാന്തര സിനിമ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സംഭവമല്ല. നമ്മൾ ഒരു ചലച്ചിത്രം എടുക്കുന്ന സമയത്ത് അത് ഏതൊക്കെ തലങ്ങളിലൂടെയാണോ പോകേണ്ടത് അത് നമ്മൾ പറയാതെ തന്നെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, ഇപ്പൊ കണ്ണകി സിനിമ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര സംശയമായിരുന്നു, ഇങ്ങനെ കോഴീനെ കൊണ്ട് കഥ പറയുകയാണ്. മനസ്സിലായില്ലേ? അത് മെയിൻ 2 കഥാപാത്രങ്ങൾ 2 കോഴികളാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആശയമുണ്ട്. എന്താണ്? എന്തിനേക്കോ വേണ്ടി പരസ്പരം കടിച്ചു കീറുന്ന ഒരു വലിയൊരു സമൂഹത്തിന്റെ ഒരു മനസ്സ്. അത് പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ജീവിച്ചിരുന്നത്. ഞാൻ കറക്റ്റ് കണ്ണൂർ ജില്ലയിലെ പാനൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പൊ പരസ്പരം ആശയങ്ങൾ തമ്മിലും അല്ലാതെ കടിച്ചു കീറുന്ന സമൂഹത്തെ കണ്ടു വളർന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ മനസ്സിലേക്ക് കടിച്ചു കീറുന്ന ഒരു ആശയം അതാണ്. അല്ല കോഴിയുടെ കഥ പറഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ബേസിക്കലി ആന്റണി ക്ലിയോപാട്ര എന്ന് പറയുന്ന ഒരു പിന്നെ ഷേക്സ്പിയർ സ്റ്റോറി കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോ അത് ആളുകൾ ആസ്വദിച്ചു ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തില് ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെ അതിൻ്റെതായ മൂല്യത്തിൽ കണ്ട് ആസ്വദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ അധികം ഞാൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആർട്ടിസ്റ്റുടെ കാര്യമൊന്നും നോക്കാറില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒരു സിനിമ പോലും തിയേറ്ററിൽ എത്താതിരുന്നിട്ടില്ല. ഒരുപാട് ആൾക്കാർ കണ്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുൾ ആയ ഒരു ട്രാക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വിനയ സാറും ചെയ്യുന്ന ഒരു ഭയങ്കര ക്യാൻവാസ് ചെയ്തിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ആശയം ഏത് രീതിയിൽ എങ്ങനെ ഏത് വ്യാപ്തിയിൽ പറയണമെന്ന് ചിന്തിച്ചിട്ടാണ് ആ കഥയെ നമ്മൾ സ്വരൂപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിട്ട് ഒരിക്കലും സിനിമ തീർന്നിട്ടില്ല. എനിക്ക് വളരെ ആസ്വാദ്യതയാണ്. പിന്നെ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കഥ തൊട്ടിട്ട് ക്രമാനുഗതമായ ഒരു ഡെവലപ്മെന്റ് ആണ് സിനിമയ്ക്ക്. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, കാരണം നമ്മൾ എഴുതി അതിന്റെ തിരക്കഥയിലേക്ക് കടന്നു, ഗാനങ്ങൾ എഴുതി, ആർട്ടിസ്റ്റുകളെ കണ്ടു, അവരുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടു, സംസാരിച്ചു, സിനിമ ഷൂട്ടിങ്ങിലേക്ക് എത്തി. അങ്ങനെ ഓരോ പ്രോസസ്സും ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനിടയിൽ സംഗീതം ചെയ്യുന്നു, അത്യാവശ്യം പാടാൻ പറ്റുമെങ്കിൽ ചാൻസിന്റെ പാടുകയും ചെയ്യുന്നു, നമ്മുടെ ശബ്ദത്തിന് ചേരാവുന്ന രീതിയാണ് അത് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സത്യത്തിൽ ഞാൻ മനസ്സിലിരുന്ന രാത്രി കിടന്നപ്പോൾ ഒരു പൂവിരിക്കുന്ന പോലെ ഒരു പ്രോസസ്. നമ്മളിപ്പോ ഒരു മാവ് നട്ടു,
എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു മാവ് നട്ട് മാമ്പൂ വിരിഞ്ഞ് ഒരു ഉണ്ണി വിരിയുന്നത്, അതാണ് എൻ്റെ മനസ്സിൽ സിനിമ. മനസ്സിലായി? അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല അല്ലേ? ഒരു ചൊല്ലുണ്ട്, ഏതാണ്? മക്കളെ മാമ്പൂ കണ്ട് മോഹിക്കരുത്. അതുപോലെ സിനിമ എന്ന് പറയുന്ന സംബന്ധിച്ച് അമിതമായിട്ട് നമ്മൾ മോഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു മാമ്പൂ വിരിയുന്നത് പോലെ ആ പൂക്കൾ അങ്ങനെ വീണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഉണ്ണി അതിൽ നിലനിൽക്കും, അത് പിന്നീട് പഴമായി മാറും ഇല്ലേ? അതിന്റെ കാതലായ അതിന്റെ വിത്ത് അവിടെ നിൽക്കുന്നു. അതുപോലെ സിനിമകൾ ഇങ്ങനെ ആളുകൾ കുറെ കഴിയുമ്പോൾ ഇന്ന് സിനിമയാണ് കൊള്ളാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സിനിമ. നായികനോടാണ് ഒരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും വന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനു മുമ്പ് ബ്രേക്കിന് ശേഷം പറയാൻ മാത്രം ഞാൻ വലുതായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന മുമ്പേ, അല്ലാതെ ഞാൻ വലിയ നായികയായിട്ടോ വലിയ സിനിമകളോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ ചുരുങ്ങിയ ഒരു ടൈം മാത്രമാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പ്രൊഡക്ഷനിലും ഒക്കെ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷനിൽ വന്നപ്പോൾ വളരെ മനോഹരമായി കൈ പൊള്ളയുണ്ടായതാണ്. എനിക്കിത് അത്ര ശരിയാവുകയെന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ വന്നു. പിന്നെ എൻ്റെ പേഴ്സണലിയുള്ള കുറച്ച് കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് മാറി നിൽക്കുകയായിരുന്നു. മണിച്ചേട്ടൻ്റെ കലാമണിച്ചേട്ടൻ്റെ മായാപുരി എന്ന സിനിമയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോർപ്പറേഷനിൽ കൂടി തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് മാറിക്കേണ്ടി വന്നതാണ് സിനിമയിൽ. ഒരു അഭിനേത്രിയായി പ്രൊഡക്ഷന്റെ ഭാഗമായി വർക്ക് ചെയ്തു. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് വരും. ഇപ്പോൾ മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫീൽ? അല്ലെങ്കിൽ പെട്ടെന്ന് അതിശയിപ്പിച്ച എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു? അന്നത്തേതിലും കൂടുതലായിട്ട് മാറ്റങ്ങൾ, അതിശയിപ്പിച്ച മാറ്റങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അന്നത്തെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ സിനിമ വിജയിച്ചാലായിരുന്നു അതിൽ നായകന്, നായിക, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അതിൽ ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രയോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ എസ്പെഷ്യലി കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊണ്ട് നമ്മളുടെ ഒരു സിനിമ ഇൻഡസ്ട്രി എന്നല്ല എല്ലാ ഇൻഡസ്ട്രിയും ഒരുപാട് മാറിയിരിക്കുകയാണ്. ആ കൂടുതൽ സിനിമ ഇൻഡസ്ട്രിക്കും വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമ ചെയ്തു കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടുതലായിട്ടും നമ്മളുടെ എല്ലാത്തിലും സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് തന്നെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സിനിമ വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ കഥ ശക്തമായി വന്നില്ല, അതിൽ അഭിനയിച്ച ആൾക്കാർക്കും അല്ലെങ്കിൽ അതിലെ ടെക്നീഷ്യന്മാർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അതിൽ നിന്ന് കിട്ടിയിരിക്കും. അത് അവർക്ക് സക്സസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും. ബിക്കോസ് ഇന്നത്തെ മാധ്യമങ്ങളും ഇന്നത്തെ മീഡിയയും അങ്ങനെയാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. സിനിമ വിജയിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്നത്തെ സിനിമ ഇൻഡസ്ട്രിയേക്കാളും ഒരുപാട് കൂടുതൽ ഫ്രീഡം സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ ഒരുപാട് അന്നത്തെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ചില ആൾക്കാർക്ക് അതുകൊണ്ട് ഡൈജസ്റ്റ് ആകാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. ആർക്കും അഭിനയിക്കാൻ ആർക്കും അഭിനയിക്കാൻ പറ്റും. പോയി നമുക്കൊരു കയ്യൊപ്പ് ഉണ്ടാക്കി വരാം, അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ലെവലിൽ തന്നെയാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രി പോകുന്നത്. ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രി ഫ്ലെക്സിബിളാണ്. പണ്ട് സിനിമകളുണ്ടായിരുന്നത് മലയാള സിനിമയിലായാലും നായികമാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അന്യഭാഷകളിലേക്ക് പോകും. അതായത് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അന്യഭാഷകളിലേക്ക് നായികമാരെ വിതരണം ചെയ്യുന്നതായി മാറിയിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരുപാട് നായികമാർ മലയാള സിനിമയ്ക്കായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അല്ലാതിരിക്കുന്നുണ്ട്, സിനിമ ചെയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആ നായികമാർക്ക് ഇപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോൾ പൃഥ്വിരാജ് സിനിമ ഞാൻ മലയാളിയാണ്, ദുബായിൽ ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ വിളിച്ചു മുമ്പേ തന്നെ ഞാൻ അന്ന് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ തന്നെ സജിൻ സാർ തന്നെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പിന്നെ ഞാൻ മാറി നിന്നപ്പോഴാണ് അദ്ദേഹം പിന്നെ അതിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നത്. രണ്ടാമത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് രണ്ടാമത് വന്നത് ആക്ച്വലി സജീവ് സാറിന്റെ സിനിമയിലല്ല. ഞാൻ അഭിനയിച്ചത് രണ്ടാമത് വന്നത് അജിത് പൂജപ്പുര സാറിന്റെ നേരത്തച്ഛൻ എന്ന സിനിമയിലാണ്. അജിത് സാർ വന്നിട്ടുണ്ട് ഇവിടെ, അജിത് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അജിത് പൂജപ്പുര സാർ നേരത്തച്ഛൻ എന്ന ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് രണ്ടാമത് വിളിക്കുന്നത്. ആ സമയത്താണ് ഇതിലേക്ക് വരുന്നത്. ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി
അതും റിലീസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ റിലീസ് ഡേറ്റും ഫിക്സ് ചെയ്തു. എന്നെ സംബന്ധിച്ച് നമ്മുടെ അന്യഭാഷയിലെ അവസരങ്ങൾ കിട്ടാൻ കൂടുതൽ സാധ്യത അവിടെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ സാധ്യത സിനിമ ഒരുപാട് തിയേറ്ററുകളും സിനിമകളും ഇറങ്ങുന്ന അന്യഭാഷയിലല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്കങ്ങനെ അങ്ങനത്തെ ഫീലൊന്നുമില്ല. എല്ലാം നമുക്ക് അഭിനയത്തിന് കഴിവുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മലയാളത്തിൽ എക്കാലത്തും നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു താരണം കലാഭവൻ ചേട്ടൻ. അപ്പോൾ ഈ ഇടയ്ക്കാണെങ്കിലും ഒരു സിനിമയിലാണെങ്കിൽ കൂടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് റെഫറൻസ് ഭയങ്കര രീതിയിൽ ആൾക്കാർ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ തോന്നുന്നു. അത് എല്ലാവർക്കും നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മളിൽ നിന്ന് പിരിഞ്ഞ അദ്ദേഹത്തിനെ നമ്മളെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ തോന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അഭിനയിച്ച എല്ലാവരും പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ. ഐ തിങ്ക് സോ ഓൺലി ഒരു 3 or 4 days മാത്രമേ എനിക്ക് 3 days മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെ കോപ്പറേറ്റീവായിട്ട് അദ്ദേഹം ഇന്നില്ലാത്തത് സിനിമയിൽ ഒരു തീരെ നഷ്ടം തന്നെയാണ്. അദ്ദേഹം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ ആൾക്കാരുടെ കൂടെ നിന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അതിനൊരു സംശയമില്ല. 2026 തുടങ്ങി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അത് കൂടുതൽ ജാനുവരി 16 നിങ്ങളുടെ സിനിമ ഇറങ്ങുവാണ്. അപ്പം കാണാൻ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? നായിക എന്ന നിലയിൽ ഞാൻ പറയും, എൻ്റെ സിനിമ ഞാൻ നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. എല്ലാവരും പോയി കാണണം. ഇതെല്ലാവർക്കും ഒരു നല്ല ട്രീറ്റ് ആയിരിക്കും, നല്ലൊരു സന്ദേശമായിരിക്കും. കാരണം രുദ്ര കുപിതയാണ്. അത് എല്ലാ വിധത്തിലുള്ള ഒരു ക്യാരക്ടറും അതിനകത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. അത് തന്നെയാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ട് സിനിമ ഇൻഡസ്ട്രിയെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗം പറയാനുള്ളത്. സിനിമയായി കണ്ട് ആസ്വദിച്ച് സിനിമയിലെ കലാകാരന്മാരെ ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കണമെന്നാണ് പ്രേക്ഷകരോട് എനിക്ക് പറയുന്നത്. സിനിമ മാത്രമാണ്, അത്രയും പറയാം. മലയാളത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായി കാണാം. അന്യഭാഷകളിൽ ഞാൻ ഒരു 3-4 പടങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രൊഡ്യൂസറായിട്ടൊക്കെ ഭാഗമായിട്ടുണ്ട്. സജീവികളോട് സാധാരണ കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവരും നല്ല പടങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും ഈ പടം നല്ല രീതിയിൽ വിജയിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കഥയാണ് എന്ന് നമുക്കറിയാം. ഓരോ തിരക്കഥ അത് ബിഗ് സ്ക്രീനിൽ എങ്ങനെ കാണും എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സംവിധായകൻ ആ സിനിമയിലെ ഓരോ സീനുകളും അത് പകർത്തുന്നത്. അപ്പോൾ ഒരു കഥാപാത്രം എന്ന നിലയിൽ എനിക്ക് അതിനകത്ത് നൽകിയ കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ആ സീനുകൾ നന്നായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സംവിധായകൻ എന്നതിൽ ഒരു മാവോയിസ്റ്റ് ഭീകരന്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്, തീവ്രവാദിയുടെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പടർന്നു കിടക്കുന്ന വനാന്തരങ്ങളിൽ ഈ ഒരു സംഘത്തെ പിന്തുടർന്ന് പിടിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ CID വേഷമാണ് ഞാനതിൽ ചെയ്തിരിക്കുന്നത്. വളരെ ജിജ്ഞാസയോടുകൂടി. കാരണം ഈ മാവോയിസ്റ്റ് ഭീകരർ എത്ര ഉണ്ടെന്നോ അവരുടെ കയ്യിൽ എന്തുമാത്രം ആയുധം ഉണ്ടെന്നോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ കുറെ പോലീസ് സംഘങ്ങളുമായിട്ട് ഇതിനെ പിടികൂടാൻ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഒരാളെന്ന നിലയിൽ വളരെ അപകടം പിടിച്ച ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. അതൊക്കെ വളരെ രസകരമായ സാഹചര്യങ്ങളായിരുന്നു. നല്ല രീതിയിൽ
കഥാപാത്രത്തെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സംവിധായകൻ തന്നെ പറഞ്ഞത്. എന്തായാലും ഇത് വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുകയും വിലയിരുത്തി ചെയ്ത സിനിമകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു സിനിമയാണ്, വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ് ഈ സിനിമയിലൂടെ പ്രേക്ഷക സമക്ഷത്തിലേക്ക് വയ്ക്കുന്നത്. എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവണം. എല്ലാ പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന അപേക്ഷിച്ച് എല്ലാവരും ഈ സിനിമ വിജയിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കുവാനാണ്. வணக்கம். சினிமா தமிழ், மலையாளம், கன்னடம், தெலுங்கு ஆர் சவுத் இந்தியன். நம்ம எல்லாருமே சினிமாவில் மொழி வேறுபடலாம், ஆனால் கதையம்சம் தான் ஜெயிக்கும். சினிமாவில் நம்ம நேசித்தோம்னா சினிமா நம்ம நேசிக்கணும். சினிமாவில் நிறைய பேர் சினிமாவில் ஜெயிக்க முடியாமல் போராடி வாழ்ந்துட்டு இருக்கவங்களுக்கு இந்த சங்கம் உறுதுணையாக இருந்து அவங்கள ஜெயிக்கிறதுக்கான வழிமுறைகளை சொல்லித்தரும். ஏன் நம்ம சினிமாவில் ஜெயிக்க முடியலன்னா சினிமாவை நம்ம அதை லவ் பண்ணணும். சினிமா லவ் பண்ணிடுச்சுன்னா இன்னைக்கு எப்படி சூப்பர் ஸ்டார் அந்த ரேஞ்சில் நம்ம உயர்ந்துடுவோம். அது வரைக்கும் நம்ம சினிமாவை நம்ம லவ் பண்ணணும், அதுக்காக போராடினோம். வெற்றி நமது. இந்த ருத்ரா படம் நீங்கள் எல்லாரும் தேட்டரில் ரிலீஸ் ஆகும் போது நீங்கள் தான் ஒரு வெளியான, நீங்கள் தான் இதை கடைக்கோடி மக்கள் கடைசி வரைக்கும் கொண்டு போய் சேர்த்து சின்ன பட்ஜெட் சிறு தயாரிப்பு படங்களை வெற்றி செய்ய வேண்டியது முழு பொறுப்பு அது மீடியாவில் உங்கள்கிட்ட தான் இருக்குது. இந்த படத்தை கடைக்கோடி மக்கள் வரைக்கும் கொண்டு செல்ல வேண்டும். கொண்டு சென்று எல்லாரும் தேட்டரில் பார்த்தா மட்டும்தான் இது போல சிறு சிறு பட்ஜெட் படங்களும் திரைக்கு வெளியே வரும். நல்ல கதைகள் சொல்ல படங்களை மக்களுக்கு கொடுத்த திருப்தியும் இருக்கும். இந்த சவுத் இந்தியன் ஃபிலிம் ஒர்க்கர்ஸ் வெல்ஃபேர் யூனியன் கண்டிப்பாக சிறு பட்ஜெட் படத்துக்கு உறுதுணையாக நின்று அந்த படம் ரிலீஸ் ஆகிற வரைக்கும் துணையாக இருக்கும்.